ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണിത്. ഇതിന്റെ കൂടെ മറ്റു കറികളൊന്നും വേണ്ടാതെ വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതുപോലൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഞാൻ ഈ ഒരു 5 ബ്രെഡിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ബാക്കിയുള്ളതെല്ലാം എടുക്കുന്നത്. എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ മുഴുവൻ ബ്രെഡും ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് 5 കോഴിമുട്ടയാണ്. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. ഒന്നുകിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട്, അതുമല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ ഇത് നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഈ റവയും മുട്ടയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ്. നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സബോളയാണ്. സബോള ഒരെണ്ണം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതുമാണ്. പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 4 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ സ്പൂൺ അളവിൽ തന്നെ 1 സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഉൾഭാഗം ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഒരു കൈയിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിന്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിന്റെ പാനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കുഴിയുള്ള ചട്ടിയിലാവുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഇരുമ്പിന്റെ ചട്ടി എടുത്തിട്ടുള്ളത്. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുന്ന ചെറിയ കുഴിയുള്ള പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ആ ഒരു ഷേപ്പിൽ കിട്ടുമ്പോൾ. അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 10-20 സെക്കൻഡ് മതിയാവും ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് എത്ര എണ്ണമാണോ ചുട്ടെടുക്കുന്നത് അത്രയും നേരം നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എങ്കിലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അതുമാത്രമല്ല ഇതിന് ചെറിയ തീ ആവശ്യമുള്ളൂ. തീ കുറച്ചൊന്ന് കൂടിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിന്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സ്പൂണിന്റെ ബാക്ക് വശം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടിപ്പിടിക്കില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ്. ഇപ്പോൾ ഒരെണ്ണം വെന്ത് കിട്ടിയത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേയായിട്ട് ഒന്നുകൂടി ഈ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ചുറ്റുമായിട്ട് 1 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു സൈഡ് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് ആ ഒരു ഭാഗം വെന്ത് കിട്ടാനായിട്ട് അത്രയും ടൈം തന്നെ മതിയാവും. ഇപ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗം വെന്ത് കിട്ടാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ട് നനച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കുകയാണ്. ഇത് വെന്ത് കിട്ടി. ഇതിലിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വെന്തൂന്നാണ്. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിലൊരെണ്ണം മതിയാവും ഒരാൾക്ക് കഴിക്കാനായിട്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി പലഹാരമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.